തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1. ഈ വോള്യം 1 ഭാഗം 11 2-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ച. ഇത്തവണ നമ്മൾ ഭാവാവസ്ഥയെക്കുറിച്ചാണ്, ഭഗവാന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഭാവാവസ്ഥയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. ഓരോ ഭാവാവസ്ഥ സമയത്തും ഭഗവാൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭഗവാനെ കാണുന്നവർ എങ്ങനെ കാണുന്നു എന്നുള്ള അനുഭവങ്ങൾ, അതാണ് പ്രധാനമായിട്ടും. ഭഗവാനെ ആ സമയത്ത് സമീപത്ത് നിൽക്കുന്നവർ എങ്ങനെ ഭഗവാനെ കാണുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന കാഴ്ചയുടെ വിശേഷങ്ങളാണ്. സാധാരണഗതിയിൽ ഈ ഭാവാവസ്ഥയുടെ ഒരു പ്രത്യേകത, അത് മഹാഋഷിമാരെല്ലാം ഈ ഭാവാവസ്ഥയിൽ എത്തി തുര്യാവസ്ഥയിലേക്ക് 7 ഘട്ടങ്ങൾ കടന്ന് തുര്യാവസ്ഥയിലെത്തുന്നു. അതാണ് ഈ ഭാവാവസ്ഥയുടെ പ്രത്യേകത. അത് ഒരുപാട് കാലത്തെ ജപസാധനകൾ കൊണ്ടും തപസ്സുകൊണ്ടും നേടുന്ന ഒരു സിദ്ധിയാണ് ഈ ഒരു തുര്യാവസ്ഥയിലെത്തുക എന്നുള്ളത്. ധ്യാനത്തിൻ്റെ ഒരു പരമ കാഷ്ഠയിലെത്തുമ്പോഴാണ്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച്, ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് അതെപ്പോഴും തുടർച്ചയായി സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതേസമയം മറ്റ് ഋഷിമാർ ഇതുപോലെ തുര്യാവസ്ഥയിലെത്തിയവർ ഒരിക്കലും പിന്നീട് തിരിച്ച് സാധാരണഗതിയിലേക്ക് മടങ്ങി വരാറില്ല. ഭഗവാൻ അങ്ങനെയല്ല, ഏത് സമയത്ത് വേണമെങ്കിലും അല്പസമയത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതെന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ തവണത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഈ ഭാവാവസ്ഥയിൽ എന്തൊക്കെയാണ് ഭഗവാനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാവാവസ്ഥ വരും. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ ബോധമൊന്നുമില്ല, എന്തൊക്കെയാണ് മുന്നിലിരിക്കുന്നതെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഈ ഭക്ഷണത്തെ വെറുതെ തൊട്ടുകൊണ്ടിരുന്നാൽ മതി. കാരണം മുന്നിലിരിക്കുന്ന ഭക്ഷണവും ഭക്ഷിക്കുന്ന വ്യക്തിയും എല്ലാം ഒന്നായിത്തീരുകയാണ്. അപ്പോൾ അവിടെ ഭക്ഷണത്തെ വെറുതെ തൊട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. സാങ്കേതിക കാരണങ്ങളാൽ ഇനിയുള്ളത് ഓഡിയോ ആയി മാത്രമാണ് കേൾക്കാൻ കഴിയുക. തുടർന്നുള്ള ഭാഗം ഓഡിയോ ആയി കേൾക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കുക, അതിൽ തൊട്ടുകൊണ്ട് മാത്രം ഇരിക്കുക. അതേപോലെ തന്നെ ഈ ഭാവാവസ്ഥയിൽ വരുന്നൊരു സന്ദർഭത്തിൽ ഭഗവാനെ ആർക്കും തൊടാൻ പറ്റില്ല. ചിലർക്ക് മാത്രം തൊടാം. അത് എല്ലാവർക്കും അതിന് സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും അനുവാദമില്ലാതെ ആരെങ്കിലും തൊട്ടാൽ പെട്ടെന്ന് ശരീരം വളരെ വേദന കൊണ്ട് പുളയുന്ന പോലെ അനുഭവം ഭഗവാൻ ഉണ്ടാവുന്നു എന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കാളിക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഇതുപോലെ ഭാവാവസ്ഥയിൽ വന്ന് ഭഗവാൻ പെട്ടെന്ന് പിറകോട്ട് വീഴുമോ എന്ന് പേടിച്ച് കൊച്ചുനരൻ കയറി പിടിച്ചു. പെട്ടെന്നാണ് ഭഗവാൻ വേദന കൊണ്ട് അലറി വിളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ക്ഷേത്രത്തിനകത്തുനിന്ന് രാമലാൽ ഓടി വന്ന് ഭഗവാനെ പിടിച്ചു. രാമലാലിന് ഭഗവാനെ തൊടാം. അതേപോലെ ഭാവാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ നേരത്തെ തൊടാൻ കഴിഞ്ഞിരുന്നത് ഹൃദയം മുഖോപാധ്യായക്കാണ്. ഹൃദയൻ, രാമലാലും ഹൃദയനും എല്ലാം ഭഗവാന്റെ ബന്ധുക്കൾ തന്നെയാണ്. ഹൃദയൻ ഭഗവാനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ ഭാവാവസ്ഥയിൽ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം നമുക്കെല്ലാം ലഭ്യമാണ്. ഭഗവാന്റെ ജീവിച്ചിരുന്നപ്പോൾ 3 ഫോട്ടോകൾ മാത്രമേ നേരിട്ട് എടുത്തിട്ടുള്ളൂ. അതിലാദ്യം എടുത്തതാണ് കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ സത്സംഗത്തിനിടയിൽ ഭഗവാൻ ഭാവാവസ്ഥയിൽ നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങുന്ന ഒരു ചിത്രം. ആ സമയത്താണ് ഹൃദയൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ഭഗവാനെ പിടിക്കുന്ന ഒരു രംഗം. അങ്ങനെ ഭഗവാനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് ഹൃദയൻ്റെ ഫോട്ടോ അങ്ങനെ നമുക്ക് ലഭ്യമാണ്. മറ്റൊരിടത്തും ഹൃദയൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടില്ല. അതേപോലെ ഡോക്ടർ രോഗാവസ്ഥയിലെത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭാവാവസ്ഥയിലേക്ക് വരരുത് എന്ന്.
പക്ഷേ ഈശ്വരീയമായ ആ ഭാവത്തെ മെഡിക്കൽ സയൻസ് കൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാനാകും? എന്നാലും ഭഗവാൻ കുറേയൊക്കെ ആ ഭാവാവസ്ഥയിലെത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ അതൊരിക്കലും ഒരു ഭൗതികാവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഡോക്ടർ അതങ്ങനെ നിർദ്ദേശിച്ചു എന്ന് മാത്രം. ഏതായാലും ഇന്നത്തെ ഭാഗം ഇനി നമുക്ക് കേൾക്കാം. അത് ഈ ഭാവാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭഗവാന്റെ ആ അനുഭവ തലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വിവരിക്കുന്നത്. ഇനി നമുക്ക് ഓഡിയോ ആയിട്ട് തന്നെ തുടർന്നും അത് കേൾക്കാം. സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപിഭ്യോ സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അപ്പോൾ കഴിഞ്ഞ തവണ ഭഗവാൻ എന്തുകൊണ്ട് ഭാവാവസ്ഥയിൽ, അതായത് വെറുമൊരു സാധാരണ ഭാവാവസ്ഥയായിട്ടല്ല, മറിച്ച് 7 തലങ്ങൾ കടന്ന് തുര്യാവസ്ഥയിൽ എത്തുന്ന ഒരാൾ എങ്ങനെ മടങ്ങി വീണ്ടും പഴയ ആ ലൗകികമായ അവസ്ഥയിലേക്ക് എത്തുന്നു, എന്തുകൊണ്ട് അങ്ങനെ എത്തുന്നു, ഇതായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ നോക്കിയത്. ഈ വചനാമൃതത്തിൻ്റെ വോള്യം 1 ഭാഗം 11 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാവാവേശം എന്ന അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 തവണയായിട്ടത് വിശകലനം ചെയ്തു വന്നത്. ഇതിനുള്ള ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ലീലാമൃതത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട്. ലീലാമൃതം ഈ ഭഗവാന്റെ ഓരോ തലത്തിലുള്ള ഈ ഭാവാവസ്ഥയുടെ ആ സാഹചര്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ലീലാമൃതത്തിലുടനീളം പല ഭാഗത്തായിട്ട് ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചിട്ടാണ് ഇത്തവണ ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ അതങ്ങനെ നോക്കുമ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഒരു ഭാവാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മുന്നിൽ എന്താണ് എന്നൊന്നും പിന്നെ കാണില്ല എന്നാണ് പറയുന്നത്. പിന്നെ മുന്നിൽ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ആ അവസ്ഥ ആദ്യം ഉണ്ടാകുന്നത് എന്ന് ഒരിടത്ത് വിവരിക്കുന്നുണ്ട്. അപ്പം അത് പറയുന്നത് ഇങ്ങനെയാണ്: നിർവികൽപ്പമായ അവസ്ഥയിൽ എത്തിയാൽ പിന്നെ ഭഗവാൻ തന്നെ പറയുകയാണ്, നിർവികൽപ്പമായ അവസ്ഥയിലെത്തിയാൽ പിന്നെ കാണുക അല്ലെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളതൊന്നും നിലനിൽക്കുന്നതേയില്ല. ഇത്തരം കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അവിടെ നിന്നും 2-3 പടി ഇറങ്ങി വന്നാൽ പോലും, നമ്മൾ ആ 7 തലത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ വിശദമായിട്ട് കണ്ടതാണ്. അപ്പം അതിൽ തന്നെ ഈ 7ാമത്തെ തുര്യാവസ്ഥയിൽ നിന്ന് 1-2 പടി താഴോട്ട് ഇറങ്ങി വന്നാൽ പോലും പലരുമായി ഇടപെടലും പല വസ്തുക്കളും കൈകാര്യം ചെയ്യലും ഒന്നും നടക്കില്ല. ഒരു 2 തുര്യാവസ്ഥയിലാവണമെന്നില്ല, അതിൽ നിന്ന് 2 പടി താഴോട്ട് എത്തിയാൽ പോലും ആ അവസ്ഥയിൽ പോലും പലരുമായിട്ട് ഇടപെടുക അല്ലെങ്കിൽ പല വസ്തുക്കളുമായിട്ട് ഇടപെടുക, ഇതൊന്നും നടക്കുന്ന കാര്യമേ അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ആ അവസ്ഥയെക്കുറിച്ച്, ആ സ്വയ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ വിവരിച്ചു കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ഈ തുര്യാവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വിവരിച്ചു കൊടുക്കൽ നടക്കില്ല. അങ്ങനെയുള്ള ആ യോഗിവര്യന്മാർ പിന്നെ അതിൻ്റെ വിവരണം നൽകാൻ അശക്തരാണ്. കാര്യം അവരതിനപ്പുറം എത്തിക്കഴിഞ്ഞു. പിന്നെ അത് മടങ്ങി ലൗകികാവസ്ഥയിൽ വന്നിട്ട് ഇതേക്കുറിച്ച് വിവരണം നൽകാൻ അവരെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ അവർ ആ അവസ്ഥയിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ഈ 1, 2, 3, 4, 5 പടി താഴോട്ട് ഇറങ്ങി വന്നൊരു നിലനിൽപ്പ് അവർക്കില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ ലോകത്തോട് ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ല.
അതേസമയം ഭഗവാൻ ഈ 7 അവസ്ഥയും മുകളിലെത്തി തുര്യാവസ്ഥയും കഴിഞ്ഞ് നിന്ന് വീണ്ടും തിരിച്ച് താഴോട്ട് വരികയും ഇത് ലൗകികമായ അവസ്ഥയിലിരിക്കുന്ന നമ്മോട് ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ ഭഗവാന് കഴിയുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പലയിടത്തും ഭഗവാൻ കൽക്കട്ടയിലെ പല ഈ ഭക്തന്മാരുടെ ഗൃഹങ്ങളിലൊക്കെ സത്സംഗത്തിനൊക്കെ പോകുമ്പോൾ ഏത് അവസ്ഥയിൽ ചെന്നാലും ഭഗവാൻ ഇത്തരം ഒരു ഭാവാവസ്ഥയിലേക്ക് സമാധി അവസ്ഥയിലേക്ക് മാറുന്ന പതിവാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന മറ്റ് വിരുന്നുകൾ അല്ലെങ്കിൽ ഭക്ഷണം പ്രസാദം വിളമ്പുന്നതൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ വന്നാൽ പോലും ഭഗവാൻ പറയുന്നത് അവിടെ അത്തരത്തിലുള്ള ചോറ്, പരിപ്പ്, കൂട്ടാൻ, പായസം ഇതെല്ലാം അവിടെ കാണും. പക്ഷെ ഭഗവാൻ ഇതൊന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല. മുന്നിലിരിക്കുന്ന ഈ വസ്തുക്കളൊന്നും തനിക്ക് വെവ്വേറെയായിട്ട് കാണാൻ പറ്റുന്നില്ല. പരിപ്പായാലും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടാനായാലും അല്ലെങ്കിൽ ചോറായാലും ഇത് പായസമായാലും ഇതൊന്നും വേറെ നമ്മുടെ ലൗകികാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോഴാണ് ഇത് പരിപ്പാണെന്നും ഇത് ചോറാണെന്നും ഇത് പായസമാണെന്നും അല്ലെങ്കിൽ ഇത് ഓരോരോ കറികളാണെന്നുള്ള അവസ്ഥ, ആ തിരിച്ചറിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇതിനെ വേറിട്ട് ഒരു വ്യത്യസ്തമായി കാണുന്ന അവസ്ഥ ഈ ഭൗതിക ലോകത്തിലിരിക്കുന്ന നമ്മെ സംബന്ധിച്ചുള്ള അവസ്ഥയാണ്. ഈ തുര്യാവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാവാവസ്ഥയുടെ മൂർധന്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒന്നായിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചങ്ങ് കഴിക്കുന്ന പോലെയാണ്. പിന്നെ പറയുന്നത്, പിന്നെ ഭഗവാൻ അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമേ തൊട്ടുകൊണ്ടിരിക്കുകയുള്ളൂ, ബാക്കിയൊന്നും കാണുന്നതേ ഇല്ല. ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ചോറ് കാണില്ല, അല്ലെങ്കിൽ മറ്റ് വിളമ്പിയിരിക്കുന്ന മറ്റ് വിഭവങ്ങളൊന്നും ചിലപ്പോൾ, അപ്പോൾ ഏതോ ഒരെണ്ണം മാത്രം ചിലപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കാണുകയല്ല, ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ കൈകൊണ്ട് തൊടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും. ആ ഒരെണ്ണം മാത്രമേ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. കാര്യം എല്ലാം ഒന്നാണ് ആ അവസ്ഥയായതുകൊണ്ട്. അതേപോലെ ഇങ്ങനെ ഒരവസ്ഥയിൽ വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഭാവാവസ്ഥ വരുന്നത് പല മറ്റ് ഗൃഹങ്ങളിൽ ചെന്നുള്ള ഈ ഇതിലാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ അത്തരം അവസ്ഥയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ ചിലർ കയറി ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചെന്ന് വരും. കാരണം ചിലപ്പോൾ താഴോട്ട് വീണെങ്കിലോ എന്നുള്ള ഭയം മൂലം ഭഗവാനെ ഇങ്ങനെ താങ്ങാനോ പിടിക്കാനോ ഒക്കെ ആളുകൾ മുതിരാറുണ്ട്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും എന്നെ തൊട്ടു എങ്കിൽ വേദനിച്ച് പിടഞ്ഞ് കരയാറുണ്ട് എന്നാണ് പറയുന്നത്. ഭയങ്കര വേദനയാണ് ആരെങ്കിലും തൊട്ടാൽ. കാരണം ലേശം പോലും അശുദ്ധിയുടെ സ്പർശം ഈ അവസ്ഥയിൽ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേദന കൊണ്ട് കരയാറുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതേസമയം ചിലർക്ക് തൊടാമായിരുന്നു. അങ്ങനെ തൊടാമായിരുന്നു എന്ന് പറഞ്ഞത് ഭഗവാൻ അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ബാബുറാമിനെ, പിന്നീട് പ്രേമാനന്ദ സ്വാമികൾ, ബാബുറാമിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അയാൾ എന്നെ പിടിച്ചാൽ ഞാൻ കഷ്ടപ്പെടില്ല. ഇത് തന്നെ മറ്റൊരവസരത്തിൽ ഉണ്ടായിരുന്നതും ഇതേ സമാനമായൊരവസ്ഥ. ഒരിക്കൽ ഇത് ഈ ബാബുറാമിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ പോലും മറ്റൊരവസ്ഥയിൽ ഭഗവാൻ ഇങ്ങനെ ഈ കാളീക്ഷേത്രത്തിൻ്റെ നാടകശാലയുടെ വടക്കു ഭാഗത്ത്, ആ വടക്കേ അറ്റത്ത് കാളികോവിലിൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് ഭഗവാൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഉറക്കെ പാടുന്ന ഒരവസരത്തിൽ പാടുകയായിരുന്നു. അപ്പം ഭക്തന്മാരിൽ ചിലർ ചുറ്റും ഇരിക്കുന്നുണ്ട്, ചിലർ നിന്നുകൊണ്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പാടി രസിച്ചുകൊണ്ട്, ആ പാട്ട് കേട്ട് രസിച്ചുകൊണ്ടിരിക്കുകയും ഭഗവാൻ പാടി ഭാവാവിഷ്ടനായി മാറി. ഭാവാവിഷ്ടനായി മാറിയ ഉടൻ തന്നെ ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റ സമയത്ത് ഈ ഭാവാവസ്ഥയിലായി എഴുന്നേറ്റതോടുകൂടി പാട്ട് നിന്നുപോയി. അപ്പോൾ ഒരു അതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു മനോഹരമായ മന്ദസ്മിതം ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ കളിയാടാൻ തുടങ്ങി. അപ്പം അവിടെ ഇരുന്ന ആളുകളെല്ലാം ഇത് കണ്ടിട്ട്, ഭഗവാന്റെ ആ മുഖഭാവം കണ്ടിട്ട് അവിടെ ഇരുന്ന മുഴുവൻ പേരും ആനന്ദത്തിൽ ആറാടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്തന്മാരിങ്ങനെ അനങ്ങാതെ നിന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദിവ്യമൂർത്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദിവ്യമൂർത്തി ഭാവത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ
കൊച്ചു നരൻ പെട്ടെന്ന് അദ്ദേഹം താഴോട്ടെങ്ങാനും വീണെങ്കിലോ എന്ന് പേടിച്ച് ഈ കൊച്ചു നരൻ കയറി പിടിക്കാൻ പോയി. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് താങ്ങാനായിട്ട് എഴുന്നേറ്റ് ചെന്നു. അപ്പോൾ കൊച്ചുനരൻ കയറി പിടിക്കുകയും ചെയ്തു. അതോടുകൂടി ശ്രീരാമകൃഷ്ണദേവൻ അങ്ങ് വളരെ വേദനയോടുകൂടി നൊന്ത് കരഞ്ഞു ഉറച്ച് ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങി. ശീൽക്കാരം പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അത്ര ഉച്ചത്തിൽ, ആ വേദന സഹിക്കാൻ വയ്യാതെ. അപ്പോൾ ആ സ്പർശനം കൊണ്ട് സംഭവിച്ചാണെന്ന് കൊച്ചുനരൻ അപ്പം മനസ്സിലായി. അതുകൊണ്ട് കൊച്ചുനരൻ പെട്ടെന്ന് അങ്ങ് മാറി, അദ്ദേഹത്തെ വിട്ടു. അപ്പോൾ രാമലാൽ ആ സമയത്ത് കാളികോവിലെ പൂജാരിയാണ്. അപ്പോൾ അകത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഈ ശബ്ദമെല്ലാം കേട്ടിട്ട്, ഈ അലറി വിളിച്ചുള്ള കരച്ചിലും ഭഗവാന്റെ അവസ്ഥയുടെ ആ ശബ്ദമെല്ലാം കേട്ടിട്ട് രാമലാലൻ പെട്ടെന്ന് പുറമേ നിന്ന് ഓടി, ആ ശ്രീകോവിലിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടി വന്നു. അങ്ങനെ ഓടി വന്ന് ഭഗവാനെ കയറി വീഴാതെ താങ്ങിപ്പിടിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ക്രമേണ ബാഹ്യ ബോധത്തിലേക്ക് പതുക്കെ പതുക്കെ മടങ്ങി വന്നു. എങ്കിലും പറയുന്നത് ഈ മദ്യപിച്ച ആളുകൾ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന പോലെ ഇങ്ങനെ ആടി അദ്ദേഹത്തിന് സാധാരണ നിലയിൽ നിൽക്കാൻ കഴിയാതെ കാലുകൾ ഇങ്ങനെ ഇടറിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് നിരങ്ങി നീങ്ങിക്കൊണ്ട് ശ്രീരാമകൃഷ്ണൻ ആ പടി ഇറങ്ങി പതുക്കെ മുറ്റത്തൂടെ നടന്ന്, ഈ കൊച്ചു കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്ന പോലെയായിരുന്നു, നടന്ന് നേരെ തൻ്റെ ആ മുറിയിലേക്ക്, ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലേക്ക് ഭഗവാൻ പതുക്കെ അങ്ങ് നടന്ന് നീങ്ങി. അപ്പോൾ 4 വയസ്സുകാരനായ ഒരു 4 വയസ്സുള്ള കൊച്ചുങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് അതേപോലെ പിച്ച വെച്ചാണ് ഭഗവാൻ അപ്പോൾ നടന്നു പോയത്. അപ്പോൾ ഈ അദ്ദേഹം ഈ മുറിയുടെ അടുത്ത് വന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ വർത്തുള വരാന്തയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹം ഭാവാവിഷ്ടൻ വീണ്ടും ആ ഭാവാവിഷ്ടൻ എന്നുള്ള അവസ്ഥ ഒട്ടും വിട്ടുപോയിട്ടില്ല. ആ ഭാവാവിഷ്ടനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല. അതായത് അത് ചിലപ്പോൾ കുറവ് വരും, ചിലപ്പോൾ അത് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ മാറിയും തിരിഞ്ഞും അവസ്ഥ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ പിന്നീട് ഇത് ഭഗവാൻ തന്നെ പറയുന്നത്, ഈ ഭക്തന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പാമ്പിനെ കണ്ടോ എന്ന് ഇങ്ങനെ കൂടി നിന്ന ഭക്തന്മാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പാമ്പിനെ കണ്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നത്, ഈ സർപ്പാകൃതിയിലാണ് കുണ്ടലിനി ശക്തി ഉണരുന്നത്, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ ആ ഒരു സ്വരൂപം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സർപ്പാകൃതിയിൽ ഇങ്ങനെ ആണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് കുണ്ടലിനി ശക്തിയെ നമ്മൾ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ്, അതിനെ സംബന്ധിച്ചാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. അല്ലാതെ യഥാർത്ഥത്തിലൊരു പാമ്പിനെ കണ്ടോ എന്നുള്ളതല്ല അവിടെ ചോദിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഭഗവാൻ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ആ ഭാവാവസ്ഥ പതുക്കെ അങ്ങോട്ട് മാറി ഒരുവിധം ആ ഭാവാവസ്ഥയിൽ നിന്ന് മോചിതനായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തരം തുര്യാവസ്ഥയിൽ നിന്ന് ഒരാൾ പതുക്കെ താഴോട്ട് മടങ്ങി വരികയാണ്, വീണ്ടും ലൗകികമായ അവസ്ഥയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. അപ്പോൾ അതിനിവിടെ പറഞ്ഞിരിക്കുന്ന, അപ്പോൾ എത്രമാത്രമാണ് ഈ ലൗകികാവസ്ഥയിലേക്ക് ഭഗവാൻ, അതൊരു മനഃപൂർവ്വമുള്ള വരവാണ്. കാര്യം അങ്ങനെ ലൗകികാവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ തൻ്റെ അവതാര ദൗത്യം പൂർണ്ണമാക്കാൻ പറ്റൂ. അല്ല ആ തുര്യാവസ്ഥയിൽ തന്നെ തുടർന്നു പോയാൽ അവതാര ദൗത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവതാര ദൗത്യമാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ഈ ഭാവാവസ്ഥയിൽ നിന്ന് തികച്ചും മടങ്ങി വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആ ഭാവാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന് പൂർണ്ണമായും ലൗകികാവസ്ഥയ്ക്കുള്ളിലേക്ക് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉടൻ പറയുന്നത്, എനിക്ക് പുകവലിക്കണം എന്നാണ്. എനിക്ക് പുകവലിക്കണം. അപ്പം അത് യഥാർത്ഥത്തിൽ അപ്പോഴേക്കും സാധാരണഗതിയിൽ ഭഗവാൻ തന്നെ ഈ തരത്തിലുള്ള ഉദാഹരണങ്ങൾ വചനാമൃതത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ അധ്വാനിക്കുന്ന ആളുകൾ, ഇപ്പോൾ വെള്ളം വരുത്താനായിട്ട് തോട് വെട്ടി പാടത്തേക്ക് വെള്ളം വരുത്താൻ നിൽക്കുന്ന കൃഷിക്കാർ, അപ്പോൾ അവർ അധ്വാനം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉടൻ തന്നെ അധ്വാനം കഴിഞ്ഞതിന് ശേഷം ആശ്വാസമായിട്ട് ഇരുന്ന് പിന്നെ അടുത്ത് ചെയ്യുന്ന പ്രവൃത്തി പുകവലിക്കലാണ്.
ഇത് ഈ ഒരു പുകവലി എന്ന് പറയുന്ന ഒരു ആശ്വാസകരമായ അവസ്ഥയായിട്ട് വചനാമൃതത്തിലും ഭഗവാൻ ഈ അവതാര ലീലയിൽ പലയിടത്തും അത് വ്യക്തമായിട്ട് നമ്മൾ അത് തുടർന്ന് വരുന്നുണ്ട്. അത് ബംഗാളികളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. നമ്മൾ മുമ്പും അത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പുകവലി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ശീലമാണത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവരുടെ ആ രീതി. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞത്. എന്തെങ്കിലും വലിയൊരു അധ്വാനം കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് പരിക്ഷീണനാകുന്ന അവസ്ഥ വരുമ്പോൾ, അത് കഴിഞ്ഞ് വരുന്ന ആശ്വസിക്കാൻ എത്തുമ്പോൾ ബംഗാളികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഉടൻ ഹുക്ക തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ പുകവലിക്കുക എന്നുള്ളതാണ് അടുത്ത ആശ്വാസകരമായ അവസ്ഥയെ, ആ മാനസികാവസ്ഥയെ ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത് ചെയ്യുന്നത് പുകവലിക്കുക. അപ്പോൾ ഇവിടെയും അതൊരു ലൗകിക അവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിലാണിത്. ഒരു അധ്വാനം കഴിഞ്ഞൊരു പുകവലിക്കുക എന്നൊക്കെ പറയുന്നത് ലൗകികാവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിലാണ്. അപ്പോൾ ആ തട്ടിലേക്ക് ഭഗവാൻ തിരിച്ചിറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് പുകവലിക്കണം, മുഖം കഴുകണം. പിന്നെ അടുത്തതോ, പല്ലുതേപ്പ് കഴിഞ്ഞിട്ടില്ല, പല്ല് പോലും തേച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ പല്ല് തേക്കണം. അപ്പോൾ ആലോചിച്ചപ്പോൾ രാവിലെ ഉണർന്നാൽ എന്തൊക്കെയാണോ തുടർന്ന് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാവാവസ്ഥയിൽ നിന്ന് പതുക്കെ താഴോട്ട് വരുമ്പോൾ പിന്നെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉറക്കവും സാധാരണഗതിയിൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഭാവാവസ്ഥയാണ് എന്ന് നമുക്കിതിലൂടെ നമുക്കൊരു ബോധ്യം വരുന്നുണ്ട്. അങ്ങനെയും ഈ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. സാധാരണഗതിയിൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഈ തുര്യാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഉറക്കം എന്ന് പറയുന്ന അവസ്ഥ, ഉറക്കത്തിൽ നമുക്കിതൊന്നുമില്ല. ഈ നിലനിൽക്കുന്ന വസ്തുവില്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അവസ്ഥയില്ല, നമ്മുടെ പേരില്ല, നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നില്ല, നമ്മുടെ സ്ഥാനമാനങ്ങളില്ല, പണമില്ല, നമ്മുടെ മറ്റു യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും നമുക്കില്ല, നമ്മൾ ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഈ ഉറക്കം ഒരു തരത്തിൽ ഒരു ഭാവാവസ്ഥയാണ്. അതെല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്നുമുണ്ട്, എല്ലാ മനുഷ്യരും. അപ്പോൾ അങ്ങനെയും നമുക്കിതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ അതൊരു കണക്കിന് നല്ലൊരു വ്യാഖ്യാനമായിട്ട് കണക്കാക്കാം. ഉറക്കം ഒരു ഭാവാവസ്ഥയാണ്. ഒരു പക്ഷേ തുര്യാവസ്ഥയിലേക്ക്, ഉറക്കത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ഒരു തുര്യാവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ വരെ ചർച്ച ചെയ്യാം. ഉറക്കത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് ഇവിടെ നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെയാണ് മറ്റൊരു ഘട്ടത്തിൽ പറയുന്നത് പിന്നെ അത് വേറൊരു ഭാഗമുണ്ട്, ഞാൻ അതെടുക്കാം. നമ്മുടെ ഈ ഭാവാവസ്ഥയെക്കുറിച്ച് തന്നെ ഭഗവാന്റെ മറ്റൊരു രസകരമായ വേറൊരു സാഹചര്യത്തെക്കുറിച്ച് ഭഗവാൻ ഇതിൽ ലീലാമൃതത്തിൽ വിവരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. അത് വരുമ്പോൾ അതിൽ പറയുന്നത് ഭഗവാൻ കമാർപുക്കൂറിലേക്ക് ഈ ഭാവാവസ്ഥയുടെ വേറൊരു സ്വഭാവമായിട്ട് ഭഗവാൻ പറയുന്നത്, ഈ ഭാവാവസ്ഥയിലെത്തിക്കഴിയുന്ന സാഹചര്യത്തിൽ ഭയങ്കര വിശപ്പാണെന്നാണ് പറയുന്നത്. ഈ ഭാവാവസ്ഥയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും അതിയായ വിശപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും അത് ആവർത്തിക്കുന്നുണ്ട്, ഈ വിശപ്പ് ആവർത്തിക്കുന്നുണ്ട് ഭാവാവസ്ഥയുടെ. ഇവിടെ ഒരിടത്ത് പറയുന്നത്, ഒരു ദിവസം കമാർപുക്കൂറിലേക്ക് വന്നിരിക്കുക. കമാർപുക്കൂറിലേക്ക് വന്ന സമയത്ത് രാത്രി ഏകദേശം 3 മണിക്കൂർ ഇരുട്ടിക്കഴിഞ്ഞിരിക്കും. ഒരു രാത്രി ഏകദേശം 3 മണിക്കൂർ ഇരുട്ടിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അതായത് ഉറങ്ങാനുള്ള സമയമാകുന്നു, സന്ധ്യ കഴിഞ്ഞ് ഉറങ്ങാനുള്ള ആ സന്ദർഭത്തിലേക്ക്. അപ്പോൾ ഒരു 10 മണി എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 10 മണിയുടെ സമയം എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്നൊരു സമയം. അപ്പോൾ ആ വീട്ടിൽ അപ്പോൾ ഭഗവാൻ ഉണ്ടായതുകൊണ്ട് അന്ന് വന്നിരുന്ന ആളുകളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. അപ്പോൾ ഭഗവാൻ എന്നാൽ കുറച്ച് നാളായിട്ട് കൽക്കട്ടയിൽ വെച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് നാളായിട്ട് ദഹനക്കുറവും വയറ്റിൽ വല്ലാത്ത അസുഖമൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ കമാർപുക്കൂറിൽ വന്നപ്പോൾ ആ അസുഖം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ചവ്വരിയും ബാർലിയും മാത്രമാണ് കഴിച്ചിരുന്നത്, ചവ്വരിയും ബാർലിയും. അപ്പോൾ അന്ന് രാത്രിയും ഭഗവാൻ കുറച്ച് പാലും ബാർലിയും മാത്രം കഴിച്ചു, വയറിൻ്റെ ഈ പ്രശ്നം കാരണം. എന്നിട്ട് ഭഗവാൻ അങ്ങ് കിടന്നു, അദ്ദേഹത്തിൻ്റെ ആ മുറിയിൽ കിടന്നു.
ആ വീട് നമ്മൾ സങ്കല്പിക്കുക. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മുറി എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റും, മനസ്സിൽ ഓർക്കാൻ പറ്റും ആ മുറി. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. അപ്പോൾ ആ മുറിയിലേക്കാണ് ഭഗവാൻ കിടന്ന്. ബാക്കി അതിൻ്റെ വലതുവശത്തേക്ക് മാറുന്ന മുറിയും അതിനപ്പുറത്തോട്ട് അടുക്കള, നമുക്കറിയാം അടുക്കളയുടെ ഭാഗമാണെന്നറിയാം. അപ്പോൾ അവിടെ സ്ത്രീകളെല്ലാം ആഹാരമൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ വീട്ടുജോലിയെല്ലാം കഴിഞ്ഞ് അവരും കിടക്കാനായിട്ട് പുറപ്പെടും. അതിന് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പോഴാണ് പെട്ടെന്ന് ഗുരുദേവൻ മുറിയുടെ വാതിൽ തുറന്ന് ഭാവാവേശത്താൽ ആടി ഇളകിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അപ്പോൾ രാമലാലിൻ്റെ അമ്മ അവിടെ ഉണ്ട്, സഹോദരി അവിടെ ഉണ്ട്. അപ്പോൾ ആ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കിടക്കാൻ തുടങ്ങിയോ? എനിക്കാണെങ്കിൽ ഒന്നും കഴിക്കാൻ പോലും തന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭഗവാൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവരാകെ കൂടെ വിഷമിച്ചു. വീട്ടിൽ രാമലാലിൻ്റെ അമ്മയും മറ്റും വല്ലാതെ നീ ഇപ്പോഴല്ലേ കഴിച്ചത്, നീ കഴിച്ചിട്ടല്ലേ കിടന്നത്, ഇതേ ഞങ്ങളും എല്ലാം പാത്രമൊക്കെ കഴുകി എല്ലാം ക്ലീനാക്കി ഞങ്ങളും കിടക്കുകയാണ്, നീ ഇപ്പോഴല്ലേ കഴിച്ചത്, മറന്നുപോയോ കഴിച്ച കാര്യം? അപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ എവിടെ കഴിച്ചു, ഞാനിപ്പോൾ ദക്ഷിണേശ്വരത്ത് നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ഭഗവാൻ ദക്ഷിണേശ്വരത്ത് നിന്ന് ഇപ്പോൾ വന്നു എന്നുള്ള ഭാവത്തിലായിരിക്കുന്നത്. വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഭാവാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ദക്ഷിണേശ്വരത്ത് നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നു എന്നുള്ള ഭാവത്തിലാണ്. അതോടുകൂടി വീട്ടിലെ സ്ത്രീകളെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്തൊരവസ്ഥയിലായി. അവരൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഭാവാവേശത്താലാണ് ശ്രീരാമകൃഷ്ണൻ ഇപ്പുറം പറയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കും ഇതറിയാം, ഭഗവാന്റെ ഈ ഭാവാവേശത്തെക്കുറിച്ച് അവർക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ള, ഇങ്ങനൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വലിയ പിടിപാടില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കൊടുക്കാനായിട്ട് അവിടെ അപ്പം ആ വീട്ടിലൊന്നുമില്ല. കാര്യം അവരെല്ലാം ഇതൊക്കെ എടുത്തു വച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി? കുറച്ച് പൊരി ഇരിപ്പുണ്ട്. പൊരി എല്ലാ ബംഗാളികളുടെ വീട്ടിലും പൊരി കാണും. എന്നാൽ ശരിക്കും പൊരി ഉള്ളതുകൊണ്ട് ആ പൊരി കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പൊരി ഇട്ട് ഉടനെ തന്നെ കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഈ കൊച്ചു കുട്ടികൾ വാശി പിടിക്കുന്ന പോലെ, എനിക്ക് പൊരിയൊന്നും വേണ്ട, എനിക്ക് ഈ പൊരി തിന്നാൻ പറ്റില്ല, എൻ്റെ വയറ്റിന് അസുഖമാണെന്ന് നിങ്ങൾക്കറിയില്ലേ, അപ്പോൾ എനിക്ക് പൊരി തിന്നാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. നിനക്ക് അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, നിനക്ക് അസുഖമല്ലേ, വയറ്റിന് അസുഖമല്ലേ, വേറെ വല്ലതും കഴിക്കാൻ പറ്റുമോ? വേറെ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പൊരിയൊന്നും പറ്റില്ല, എനിക്ക് ഇന്ന് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കണം. അവസാനം ഇനി ചവ്വരിയും ബാർലിയും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്ന് വേണം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള സമയമില്ല. കാരണം വെച്ചാൽ നേരം രാത്രിയായി, കടയൊക്കെ അടച്ചല്ലോ, മണി 10 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കടയൊക്കെ അടച്ചു. ആകെ ആ കമാർപുക്കൂറിലെ എൻട്രൻസ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ആ സ്ഥലത്ത് ഒരു കടയെ ആകെ അവശേഷിക്കും. അത് ആ ഗ്രാമനിവാസികൾക്കെല്ലാം അരിയും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു പലവ്യഞ്ജന കട പോലുള്ളൊരു ചെറിയ കട മാത്രമേ അവിടെ ഉള്ളൂ. അതൊക്കെ നേരത്തെ അടയ്ക്കും. അപ്പോൾ മണി 10 കഴിഞ്ഞ് ഒരുപാട് ഇരുട്ടിയും കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ എന്തായാലും സമാധാനിച്ച് കിടക്ക്, നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ചോറും ഈ സൂപ്പ്, ഡാലു അല്ലെങ്കിൽ സൂപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, ഇപ്പം ഒന്ന് ദയവ് ചെയ്ത് ഇപ്പോൾ ഒന്ന് കിടക്കാൻ പറഞ്ഞു. പക്ഷെ ആരോട് പറയാനാണ്? ഭഗവാന്റെ വാശിയാണെങ്കിൽ ഈ സമയത്ത് വല്ലാത്ത തരം വാശിയായിരുന്നു. ഭഗവാൻ പറഞ്ഞു, എനിക്കിപ്പം കഴിക്കാൻ കിട്ടണം, കഴിക്കാൻ കിട്ടാതെ എനിക്ക് യാതൊരു കാരണവശാലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള വലിയ വാശിയായി. അവസാനം രാമലാലനെ പറഞ്ഞു വിട്ടു. രാമലാലൻ അപ്പോൾ ആ വീട്ടിലുണ്ട്. അപ്പോൾ രാമലാലനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് രാമലാലൻ കടയുടമയുടെ വീട്ടിൽ പോയി അയാളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് കട തുറന്ന് മധുരപലഹാരം, ഒരു സേർ മധുരപലഹാരം വാങ്ങിക്കൊണ്ടുവന്നു. ഒരു സേർ മധുരപലഹാരം. എന്നിട്ടോ ആ ഒരു സേർ മധുരപലഹാരവും അത് സാധാരണഗതിയിൽ ഒരാൾക്ക് തിന്നാവുന്നതിലധികമുണ്ടത്. അതുപോലും ഭഗവാൻ എന്നിട്ട് പൊരിയും ഈ മധുരപലഹാരവും എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവച്ചു കൊടുത്തു. ഈ വയറ്റിന് സുഖമില്ല എന്ന് പറഞ്ഞ ആൾ അത് മുഴുവനും ഒറ്റയടിക്കിരുതങ്ങ് കഴിച്ചു, ഒറ്റയടിക്ക്. എന്നിട്ടോ ഈ ശരീര അസ്വസ്ഥത ഉണ്ടെന്നോ ഒന്നും അനുഭവപ്പെടുന്നില്ല, ഒറ്റയടിക്കുന്ന മുഴുവൻ കഴിച്ചു. പറഞ്ഞു, ഇനി ഇങ്ങനെ ഇപ്പം വീട്ടുകാരെല്ലാം പേടിച്ചു പോയത് ഇനി ഈ കഴിച്ചതെല്ലാം കൂടെ നാളെ രാവിലെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒന്നാമത് വയറിന് സുഖമില്ല, ഈ മധുരപലഹാരം എല്ലാം കൂടി ഇത്രയധികം മധുരപലഹാരം എല്ലാം കൂടെ കഴിച്ചിട്ട് ഈ നാളെ നേരം വെളുക്കുമ്പോൾ
എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വീട്ടുകാരാകെ പേടിച്ചു. ഇപ്പം ഈ ഭാവാവസ്ഥയിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു സാഹചര്യം, പല പല അവസ്ഥയിലാണ് ഭഗവാൻ ഇത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. അതേപോലെ ഒരിക്കൽ ഭഗവാൻ അന്ന് ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള സന്ദർഭമാണ്. അപ്പോൾ ഒരു ദിവസം ഭഗവാൻ ജയറാംപാട്ടിയിൽ പോയി. അപ്പോൾ ജയറാംപാട്ടിയിൽ പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞും ഇതേപോലൊരു സന്ദർഭം ഉണ്ടായി. ജയറാംപാട്ടിയിൽ പോയപ്പോൾ അതായത് ജയറാംപാട്ടിയിൽ ചെന്നിട്ട് അവിടെ കൂട്ടി വച്ചിരുന്ന ആ ഒരു പാത്രത്തിൽ യഥാർത്ഥത്തിൽ അവിടെയും ആ സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാനുള്ളതൊന്നും തയ്യാറാക്കിയിരുന്നില്ല. കാര്യം ഭഗവാൻ ഈ ജയറാംപാട്ടിയിൽ ചെന്നിട്ട് രാത്രി ഊണെല്ലാം കഴിഞ്ഞ് അവിടെയും ഈ പറഞ്ഞ പോലെ ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് ഇതേപോലെ ഭഗവാൻ ചാടി എഴുന്നേറ്റ് ജയറാംപാട്ടിയിൽ വെച്ചിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇപ്പം മാതൃദേവി വല്ലാതെ വിഷമത്തിലായിപ്പോയി. കാരണം ഭഗവാൻ രാത്രി എഴുന്നേറ്റ് നല്ലോണം ഭക്ഷണം കഴിച്ച ആളാണ്. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയെല്ലാം പൂട്ടി എല്ലാവരും കിടന്ന് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അപ്പോൾ സ്വന്തം വീട്ടിലെ പോലെയല്ല, ഇത് ഭാര്യ വീടാണ്. അപ്പോൾ അതുകൊണ്ട് മരുമകനെ അവിടെയുള്ള വീട്ടിലുള്ള സ്ത്രീകൾക്കും മറ്റുമൊക്കെ വളരെ വളരെ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെയാണ് അവർ ഭഗവാനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാര്യ വീട്ടിൽ വന്ന ഒരാൾക്ക് പെട്ടെന്ന് രാത്രി വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാൻ കൊടുക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതുകൊണ്ട് വീട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം വലിയ ആധിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു പറ്റി? ഭക്ഷണമൊക്കെ അവിടെ തീർന്നു പോയി, ഒന്നും കൊടുക്കാനുമില്ല, അടുക്കളയിൽ ഒരു വകയില്ലാതിരിക്കുക. അപ്പോൾ ഈ ശാരദാദേവി ഭഗവാനോട് പറഞ്ഞു, ഇവിടെ ഇനി ആകെ വളരെ സൗമ്യമായിട്ട് അടുത്തിയെന്ന് പറഞ്ഞു, ഇവിടെ ഇനി ആകെ അവശേഷിക്കുന്നത് കുറച്ച് ചോറ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു അല്പം പോലും കൂട്ടാനോ എന്തെങ്കിലും ഒന്നുമില്ല, വെറും പച്ചച്ചോറ് മാത്രമാണ്. അതും കുറച്ച് പച്ചച്ചോറ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഭഗവാൻ മാതൃദേവിയോട് പറഞ്ഞു, ശാരദാദേവിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് മുളകും പുളിയും ചേർത്ത് മത്സ്യക്കറി ഉണ്ടാക്കിയിരുന്നില്ലേ പകൽ? അപ്പം മാതൃദേവി പറഞ്ഞു, അതെ ഉണ്ടാക്കി. എന്നാൽ അത് നോക്കൂ, അതിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ശ്രീകൃഷ്ണൻ ദ്രൗപദിയുടെ അടുത്ത് ചെന്ന പോലെയാണ്. ദുർവാസാവിൻ്റെ വിശപ്പകറ്റാനായിട്ട് ദ്രൗപദി വിഷമിക്കുന്ന ആ സന്ദർഭത്തിൽ പറയുന്ന അതേപോലുള്ള ഒരു സന്ദർഭമാണ് ഇവിടെയും ഓർമ്മ വരും ഇത് വായിക്കുമ്പോൾ. ഇവിടെയും ഭഗവാൻ അത് തന്നെയാണ് പറഞ്ഞത്, ആ പാത്രത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നാണ് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ശാരദാദേവി അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കൂട്ടാൻ വെച്ചിരുന്ന പാത്രത്തിൽ ഒരു വളരെ ചെറിയ ഒരു കഷ്ണം മൊരാല മത്സ്യത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം അവശേഷിച്ച് കിടക്കുന്നത്. അതായത് കൂട്ടാനെല്ലാം എടുത്തു കഴിഞ്ഞ് എല്ലാം അത് ക്ലീനാക്കി പാത്രം, പക്ഷെ അതിനകത്ത് ഒരല്പം അന്ന് അവിടെ മൊരാല മത്സ്യം എന്ന് പറയുന്ന ഒരു മീൻകറിയാണ് അന്ന് അവിടെ വെച്ചത്. ആ മൊരാല മത്സ്യത്തിൻ്റെ ഒരല്പം പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുക. യഥാർത്ഥത്തിൽ അതൊരു മത്സ്യത്തിൻ്റെ കഷ്ണമൊന്നും അവിടെ കിടപ്പില്ല, ബാക്കി വന്നത് പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു. മാത്രമല്ല അതിനോട് കൂട്ടാൻ്റെ ഇത്തിരി വെള്ളം പോലെ എന്തോ അതിനോട് ഒട്ടിപ്പിടിച്ച് അവിടെ അവശേഷിച്ച എന്തോ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോഴേക്കും ഭഗവാനെ ഇത് കാണിച്ചു, ഇതൊന്നുമില്ല എന്നും പറഞ്ഞ് ഇതാണ് കാണിച്ചത്. ഇത് കണ്ടതോടുകൂടി ഭഗവാന് വളരെ സന്തോഷമായി. ആ രാത്രിയിൽ ഭഗവാൻ ആ ബാക്കി ഉണ്ടായിരുന്ന അവിടെ ശേഷിച്ചിരുന്ന കുറച്ച് ആ വെള്ളച്ചോറ് ഈ പാത്രത്തിലിട്ട് ആ മീൻകൂട്ടാൻ്റെ പാത്രത്തിലിട്ട് ഏതാണ്ട് ആ ചോറ് മുഴുവനും ഭഗവാൻ വളരെ സന്തോഷത്തോടെ അങ്ങ് കഴിച്ചു. ഇത് ഈ ഭാവാവസ്ഥയുടെ ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഭഗവാന്റെ പല സന്ദർഭത്തിലും ഇതിങ്ങനെ ഈ വിശപ്പിൻ്റെ അവസ്ഥ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു സാഹചര്യം ഇതിനകത്ത് പറയുന്നത് ഭഗവാന് ഈ കാലഭേദമില്ല എന്നാണ് പറയുന്നത്. ഈ ഭാവാവസ്ഥയിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ നമ്മുടെ ഉറക്കത്തെ ഇതിനകത്ത് നമ്മുടെ ഉറക്കത്തെ നമ്മളൊരു അളവുകോലാക്കി എടുത്താൽ മതി. ഉറക്കത്തിൽ നമുക്ക് കാലഘടനയില്ല.
അതായത് ഏത് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഉറക്കത്തിൽ നമുക്കില്ല. ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള, വളരെ ചെറുപ്പത്തിലുള്ളൊരു ഏതോ കാലത്തിലുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഉറക്കത്തിൽ ജീവിക്കുന്നത് പതിവാണ്. അങ്ങനെ നമുക്ക് ഈ ഉറക്കത്തിൽ നമുക്കും ഒരു കാലഘടനയെക്കുറിച്ച് വ്യക്തമായ ഒരു കാലഘടനയിൽ തന്നെ ജീവിക്കണം എന്ന് നിർബന്ധമില്ല. ഏതൊരു കാലഘടനയിലും നമ്മൾ എത്തിച്ചേരും. അത് ഉറക്കത്തിൽ ഉണ്ടാകുന്ന, സുഷുപ്തിയിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത്. അതുകൊണ്ടാണ് ഈ സാധാരണ ഉറക്കം പോലും ഒരു ഭാവാവസ്ഥയുടെ ഒരു രീതിയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം നമ്മുടെ ഉള്ളിലും ഈശ്വരീയമായ ഈശ്വരീയ അംശം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള ഭാവാവസ്ഥയെക്കുറിച്ചോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഇത് ബോധ്യപ്പെടാൻ. അപ്പം അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ ഈ കാലഘടന പക്ഷെ ഭഗവാൻ അത് ചെയ്യുമ്പോൾ ഈ ഉണർന്നിരിക്കുമ്പോഴും, ഈ സുഷുപ്തിയിൽ മാത്രമല്ല, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ കാലഘടനയെ മറികടക്കും. അതാണൊരു പ്രത്യേകത. നമുക്ക് അതിനുള്ള ശക്തിയില്ല. നമ്മൾ ഉണർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് ഒരു ദിവസം പോലും പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും ഏതൊരു നൂറ്റാണ്ടുകളിലേക്കും തിരിച്ചു പോകാൻ പറ്റും. ചിലപ്പോൾ 100, 200, 300, 400 വർഷങ്ങൾ, അല്ലെങ്കിൽ 1000 വർഷങ്ങൾ, 5000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് ഇരിക്കുമ്പോൾ തന്നെ യുഗങ്ങൾക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. യുഗങ്ങൾക്ക് പിന്നിലേക്ക്. ഇപ്പം ത്രേതായുഗത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ എന്ന പോലുള്ള അവസ്ഥയിലേക്ക് ഭഗവാൻ തിരിച്ച് ഈ ഉണർന്നിരിക്കുമ്പോൾ പോലും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതാണ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പം അതിന് ഉദാഹരണമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഒരു സന്ദർഭം ലീലാമൃതത്തിൽ വിവരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അത് പറയുന്നത് ഈ ഭാഗത്താണ്. അതെ, അതായത് ഈ ഭാഗവതം, ഇതും ദക്ഷിണേശ്വരത്ത് വച്ച് സംഭവിച്ചതാണ്. ദക്ഷിണേശ്വരത്തിൽ ഭഗവാൻ കൽക്കട്ടയിൽ അത് പിന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ നാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹരികഥ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഹരികഥ. ഈ ഹരികഥ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാഗവതത്തിലെ അമൃതസമാനമായ കഥകൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ. പെട്ടെന്ന് സ്വയം മറന്ന പോലൊരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ പ്രതിഷ്ഠ വച്ചിട്ടുള്ള ഒരു ശ്രീകോവിൽ പോലുള്ള സ്ഥലമുണ്ട്. ശ്രീ ചൈതന്യ പീഠം എന്നാണ് അവരതിന് പറയുന്നത്. അപ്പോൾ ചൈതന്യ പീഠം ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ചൈതന്യ പീഠത്തിന് നേരെ ഓടി. എന്നിട്ട് അതിൽ കയറി നിന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത വിധം ഗാഢ സമാധിയിലേക്ക് ആണ്ടുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജ്യോതിർമയമായ മുഖത്തിലെ അദൃഷ്ടപൂർവവും പ്രേമപൂർണവുമായ പുഞ്ചിരിയും അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ ഭാവാവസ്ഥയിലേക്ക് മാറിയെങ്കിലും പിന്നീട് കാഴ്ചക്കാർ കാണുന്ന രൂപം ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപമാണ് പിന്നെ കാണുന്നത്. കാഴ്ചക്കാർ ചൈതന്യ മഹാപ്രഭു 14-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ആളാണ്. ഇവിടെ ഇതിപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് ഭഗവാന്റെ കഥ പറയുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ 300 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ സംഭവം നടക്കുന്നതെന്നും കൂടെ ഓർക്കാം. അപ്പോൾ ഈ 300 വർഷത്തിന് പിന്നിലേക്കുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഭഗവാൻ ആ ഒരവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചിത്രങ്ങളിലെ ആളുകൾ കണ്ടിട്ടുള്ളൂ. നമ്മളുമൊക്കെ കണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ നടുക്ക് നിന്ന് അതിമനോഹരമായ, അതിമനോഹരമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം. മനോഹരമായ ഒരു നൃത്തം ചെയ്യുന്ന, പാട്ട് പാടുന്ന അതിമനോഹരമായൊരു രൂപം, ഒരു ചിത്രം. അപ്പോൾ ആ
അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും കണ്ട് പരിചയമുള്ളവരാണ് ഈ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ രണ്ട് കൈകളും ഉയർത്തി, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ രൂപം നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി, രണ്ട് കൈകളും ഉയർത്തി ഇങ്ങനെ ആനന്ദാവസ്ഥയിൽ ഭജന പാടി അങ്ങനെ വളരെ ഒരു ആനന്ദപൂർവമായി നിൽക്കുന്ന ഒരു രൂപഘടനയിലാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവരിത് ഈ കാഴ്ചക്കാർ കാണുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അതേ രൂപം. ശ്രീരാമകൃഷ്ണദേവൻ എന്നുള്ള രീതിയിലല്ല അവർക്കത് അനുഭവേദ്യമാകുന്നത്, മറിച്ച് ചൈതന്യ മഹാപ്രഭുവായിട്ടാണ് അവിടെ കാണുന്നത്. എന്നിട്ടോ ശ്രീരാമകൃഷ്ണൻ ഭാവാവസ്ഥയിൽ ശ്രീ മഹാപ്രഭുവുമാകെ തന്മയീഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവനെ അല്ല പിന്നെ കാണുന്നത്, അവിടെ കാണുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സജീവമായ രൂപത്തെയാണ് അവിടെയുള്ളവർ കാണുന്നത്. അപ്പം ഇങ്ങനെ കാലഘടനയ്ക്കപ്പുറത്തേക്ക് സഞ്ചരിക്കത്തക്ക രീതിയിൽ ഭഗവാന്റെ ഭാവാവസ്ഥയുടെ അനുഭവങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാവാവസ്ഥയുടെ വിവിധ ഘടനകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ മറ്റൊന്ന് പറയുന്നത് ഈ ഭാവാവസ്ഥയുടെ സന്ദർഭങ്ങളിൽ മറ്റൊന്ന് പറയുന്നത്, ഭഗവാന് ഞാൻ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ദേഷ്യം വരും. അത് ആര് പറഞ്ഞാലും ദേഷ്യം വരും. ഭഗവാൻ ഞാനെന്നല്ല പറയുക, ഇവിടെ എന്നൊക്കെയാണെന്ന് നമുക്കറിയാം. ഭഗവാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞാണ് ഭഗവാൻ ആ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ തന്നെ ഇവിടെ എന്നൊക്കെയാണ് പറയുന്നത്. ആര് ഞാനെന്ന് പറഞ്ഞാലും ഭഗവാന് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം ഞാൻ എന്നൊരു പ്രയോഗമില്ല. ഞാൻ എന്നൊരു പ്രയോഗം ഭഗവാന്റെ ഡിക്ഷണറിയിലില്ല, ഞാനില്ല ഒരിടത്തും. അതാണ് ഭഗവാന്റെ ഇത് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നത് ഇതാണ്, അദ്ദേഹം അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈശ്വരൻ്റെ ദാസനാണ് എന്ന മനോഭാവമാണ് ഭഗവാൻ എപ്പോഴും പുലർത്തുക. വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ എന്ന് പറഞ്ഞേക്കുമെന്നല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ എന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ശാരദാനന്ദ സ്വാമികൾ പറയുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ. പക്ഷേ ഒരിക്കലും ഒരു ചുറ്റുപാടിലും നമ്മെപ്പോലെ ആ ശബ്ദം ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അതാണ് ആ വ്യത്യാസം. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ 100 തവണ ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്നൊക്കെ നമ്മൾ 100 തവണ പറയും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പറയാൻ. കാര്യം അത് പറയാനാണ് നമുക്കിഷ്ടം. ഞാൻ ചെയ്തു, ആ ഞാൻ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ ശാരദാനന്ദ സ്വാമികൾ പറയുന്നു, അദ്ദേഹം വല്ലപ്പോഴും ഒരിക്കൽ ഞാനെന്ന് പറയാൻ പോകുന്നു എന്നിരിക്കട്ടെ, പറയുന്നില്ല, പറയാൻ പോകുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ പോലും ആ ശബ്ദം പുറത്തേക്ക് വരില്ല, ഞാനെന്ന ഉച്ചാരണം ഉണ്ടാകില്ല. അതിന് അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ അല്പസമയം മാത്രം ശ്രീരാമകൃഷ്ണനുമായി കണ്ടവർ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള സ്വഭാവം കണ്ട് വിസ്മയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റാരെങ്കിലും ഞാനെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ചെയ്യും എന്നൊക്കെ രീതിയിലുള്ള ആരെങ്കിലും എന്ന് പറഞ്ഞാൽ വലിയ അലോഹ്യം പ്രകടിപ്പിക്കുന്നത് കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. മറ്റാരും അങ്ങനെ ചെയ്യാൻ ഭഗവാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അതായത് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞാൽ വലിയ അലോഹ്യം പ്രയോഗിക്കുന്നത് കണ്ട് അമ്പരന്ന് ഈ മനുഷ്യൻ ഇത്ര വലിയ ജീവിതം, അതിൻ്റെ ആ ഭാഗം എടുത്ത് പറയാം. അതെ, അപ്പം ഈ മനുഷ്യൻ ഇത്ര വലിയ വല്ല ചീത്തത്വവും ചെയ്തവോ ഈ മൂപ്പർ ഇത്ര അലോഹ്യപ്പെടാൻ എന്ന് പലർക്കും തോന്നും. കാരണം ഭഗവാൻ ഇങ്ങനെ ആ ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ ഞാനെന്ന് പറഞ്ഞുപോയി. അപ്പം ഞാനെന്ന് പറഞ്ഞതിന് ഒരാളെ ദേഷ്യപ്പെടാൻ മാത്രം അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് കേൾക്കുന്നവർക്ക് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ ഭഗവാൻ അത് ഒരിക്കലും പൊറുക്കാനാവാതെ തെറ്റായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അപ്പം അതാണ് അങ്ങനെ പറഞ്ഞത്. ജപമാല പിടിച്ചെടുത്ത ഒരാളെ പുറത്താക്കണമെന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണൻ ആദ്യമായി കേൾക്കുന്നത് ബാബാജിയുടെ സമയം വന്നപ്പോഴാണ്. അപ്പം ബാബാജി എന്ന് പറയുന്ന ഒരു യോഗിയുടെ അടുത്ത് വന്നപ്പോൾ ആ ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ജപമാല എടുത്ത് ഒരാളെ പുറത്താക്കണമെന്ന് ബാബാജിയുടെ അടുത്ത് വന്നപ്പോൾ പറയുന്നത് കേട്ടപ്പോഴാണ് ഭഗവാൻ ഇതേപോലുള്ള ഒരു വലിയ ദേഷ്യം പ്രകടിപ്പിച്ചതെന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം പറയാം. അതായത് ഈ
ഒരാളെ പുറത്താക്കാനായിട്ട് ഒരാജ്ഞ കൊടുക്കുകയാണ്. എന്തോ കാരണം കൊണ്ട് ഒരാളെ പുറത്താക്കാനായിട്ട് ആജ്ഞ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ആജ്ഞ കൊടുക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വിവരണങ്ങൾ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നീണ്ടുപോകും. ഏതായാലും പുറത്താക്കാനായിട്ട് ഒരു ആജ്ഞ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബാബാജി എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് പറയുന്നത്. ബാബാജി സമയം വന്നത് അത് താമസിയാതെ അദ്ദേഹം ജപമാല ഉപയോഗിക്കുന്ന പൊട്ടു തൊടുന്നതും ഉപേക്ഷിക്കാത്തത് ലോക ശിക്ഷണം ചെയ്യുവാനായിട്ടാണെന്ന് പറയുന്നത് കേട്ടു. ബാബാജിയുടെ ഞാൻ പുറത്താക്കും, ഞാൻ ലോക ശിക്ഷണം നൽകും, ഞാൻ മാലയും തിലകവും ഒന്നും ഉപേക്ഷിക്കുന്നില്ല എന്നിങ്ങനെ ബാബാജി ആവർത്തിച്ചു പറയാൻ തുടങ്ങി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ തരത്തിലുള്ള ബാബാജി എന്ന് പറയുന്ന ആൾ ഭഗവാനോട് പറഞ്ഞതാണിത്. അതായത് ഞാൻ ലോക ശിക്ഷണം നൽകും, അതായത് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാൻ തക്കത്തിലുള്ള ആ ജ്ഞാനം നേടിയ ആളാണ് എന്നാണ് അയാൾ സ്വയം പറഞ്ഞ് ഇത് ചെയ്യുകയാണ്. ഞാൻ ലോക ശിക്ഷണം നൽകും. പിന്നെ ഞാൻ മാലയും തിലകവും ഒന്നും ഉപേക്ഷിക്കുന്നില്ല, കാര്യം ഞാൻ ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് ഞാനിത്. അപ്പോൾ അയാളുടേതായ ആ രൂപഘടനയെക്കുറിച്ചും അയാളുടെ ആ കഴിവിനെക്കുറിച്ചും ആ വ്യക്തിയുടെ ആ അന്തർഭാവത്തെക്കുറിച്ചുമൊക്കെ സ്വയം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് ഇത് മുഴുവൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചൊരാൾ പറയുന്നത് കേട്ടപ്പോൾ, ഈ ബാബാജി ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് ശ്രീരാമകൃഷ്ണൻ നമ്മെപ്പോലെ സഭ്യതയുടെ പേരിൽ മനസ്സിൽ തോന്നിയ ആലോക്യം ഒളിച്ചു വെക്കുന്ന ആളല്ല. നമ്മൾ ചിലപ്പോൾ ഒരു മഹാനുഭാവനായ ഒരാളുടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റൊക്കെ കണ്ടാൽ, ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത എന്തെങ്കിലും കണ്ടാൽ നമ്മളതങ്ങ് കണ്ടില്ല കേട്ടില്ല എന്നടിച്ചു മാറി നിൽക്കും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആര് എന്തെന്നൊന്നുമില്ല. ആര് ശരിയല്ലാത്തതൊന്ന് ചെയ്തു എന്ന് ഭഗവാന്റെ പക്ഷത്ത് നിന്ന് നോക്കി തോന്നിയാൽ അത് പിന്നെ മറച്ചു വയ്ക്കില്ല. എന്നിട്ട് ഭഗവാൻ എഴുന്നേറ്റ് നീ ബാബാജിയോട് പറഞ്ഞത് എന്ത്, നിങ്ങൾക്കിപ്പോഴും ഇത്ര അഹങ്കാരമോ? നിങ്ങൾക്കിങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നിങ്ങൾ ലോകർക്ക് ശിക്ഷണം നൽകുന്നു അല്ലേ എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ലോകർക്ക് ശിക്ഷണം നൽകുന്നു എന്നാണോ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ ഇവരെ പുറത്താക്കുന്നതാണോ പറയുന്നത്? എന്നിട്ട് അടുത്തത് നിങ്ങൾ ഉപേക്ഷിക്കുകയും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും, അങ്ങനെയാണോ പറയുന്നത്? അതായത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പുറത്താക്കാം, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പം നിങ്ങൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും, ഒരാളെ സ്വീകരിക്കാനും നിങ്ങൾ തീരുമാനിക്കും. ഈ ലോകരെ മുഴുവൻ പഠിപ്പിക്കാൻ നിങ്ങളാരാണ്? അപ്പം സാധാരണഗതിയിൽ നമ്മളിതിവിടെ സാധാരണ ദേഷ്യം വരുമ്പോൾ പലരും ഇങ്ങനെ നിങ്ങളാരാണ്, എന്നെ പഠിപ്പിക്കാൻ ആരാണ് എന്നൊക്കെ ചോദിച്ച് നമ്മളും സാധാരണ പലയിടത്തും ഈ ലൗകികാവസ്ഥയിൽ പലയിടത്തും പലരും തർക്കിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് അതേ സമാനമായ അവസ്ഥയിലാണിത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇവരെയൊക്കെ പഠിപ്പിക്കാൻ, ഈ ലോകരെ മുഴുവൻ പഠിപ്പിക്കാൻ നിങ്ങളാരാണ്? ആരുടെയോ ഈ ജഗത്ത് അദ്ദേഹം പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളെങ്ങനെ പഠിക്കും? ഈ ജഗത്തെന്ന് പറയുന്നത് ഒരാളുടേതാണ്. ആരുടെയാണോ ആ ജഗത്ത്, അദ്ദേഹം ഇത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്? അപ്പം അതാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്നിട്ട് ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ, അപ്പം ഈശ്വരീയമായ ഒരവസ്ഥയിലേക്ക് ഭഗവാൻ സ്വയം മാറുകയാണ്. ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഈ വ്യക്തി ഞാൻ എന്നുള്ള ഭാവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് രോഷാകുലനായി എങ്കിലും ഭഗവാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചത് ഈ രോഷത്തോടുകൂടി ഭഗവാൻ അവസാനം പറഞ്ഞ് ഈ ലോകം മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ ആരുടേതാണ്? ആ ആൾ നിശ്ചയിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ആരെ എന്ത് പഠിപ്പിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ ആ ജഗദീശ്വരൻ്റെ ഒരു ഓർമ്മയിലേക്ക് ഭഗവാൻ അറിയാതെ, ഈ ദേഷ്യപ്പെടലിനിടയിൽ അറിയാതെ ചെന്നതും പെട്ടെന്ന് ഭാവാവസ്ഥയിലാക്കി. ജഗദീശ്വരനെക്കുറിച്ചുള്ള ആ സംസാരം ചെന്ന് നിൽക്കുന്നത് ഭഗവാന്റെ ഭാവാവസ്ഥയിലേക്കാണ്. പെട്ടെന്ന് ഭഗവാൻ എഴുന്നേറ്റ് നിന്നത് പറഞ്ഞതിനിടയ്ക്ക് ഭഗവാന്റെ വസ്ത്രം അഴിഞ്ഞുപോയി, ഉടുതുണി അഴിഞ്ഞുപോയി. പിന്നെ മുഖം ഒരു ദിവ്യവും അപൂർവവുമായ തേജസ് കൊണ്ട് വെട്ടിത്തിളങ്ങിയിരുന്നു. ലേശം ബോധമില്ലാത്തത്ര ആത്മവിസ്മൃതിയിൽ ശ്രീരാമകൃഷ്ണദേവൻ ആണ്ടുകഴിഞ്ഞിരുന്നു. ഇത്രയും മാത്രം പറഞ്ഞ് ഭാവാതിശയത്താൽ അദ്ദേഹം തീരെ പറച്ചിലും പ്രവൃത്തിയുമില്ലാതായി സമാധിസ്ഥനായി. ഇങ്ങനെയും, അതായത് ദേഷ്യം വരുമ്പോൾ പോലും, ഇത്തരം സാഹചര്യങ്ങളിൽ പോലും പെട്ടെന്ന് ഭഗവാൻ ഈ തരത്തിൽ പെട്ടെന്നൊരു ഭാവാവസ്ഥയിലേക്ക് മാറുന്നു എന്ന്, അങ്ങനെയും ഭാവാവസ്ഥയുടെ ഒരു രീതിയിലേക്ക് ഭഗവാന്റെ ഓരോ
പ്രാവശ്യവും ഭാവാവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അവസാനമായിട്ട് ഭാവാവസ്ഥയെക്കുറിച്ച് പറയുന്നതിൻ്റെ നമുക്കത് സംക്ഷിപ്തം അതിനെക്കുറിച്ച് ആ ഭാവാവസ്ഥയുടെ നമ്മൾ വന്ന ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മൾ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാമർശം പിന്നെ വരുന്നത് 1885 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ഒരു ദർശനത്തിൻ്റെ സമയത്താണ്. 1885 ഏപ്രിൽ മെയ് സന്ദർഭത്തിൽ അത് രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഭഗവാന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഉള്ള തിരിച്ചറിയുന്നൊരു സന്ദർഭമാണ്. അത് വചനാമൃതത്തിൻ്റെ 3-ാം വോള്യത്തിൽ ആ ഭാഗം വരുന്നുണ്ട്. 3-ാം വോള്യത്തിൽ അത് വരുന്നത് 3-ാം വോള്യം 39-ാം ഭാഗം 3-ാം വോള്യത്തിൽ 39-ാം ഭാഗത്താണ്. അതിൽ അധ്യായം 2 വരുന്നതാണ് 1885 ജൂൺ 13 ശനിയാഴ്ച ഗുരുദേവൻ്റെ കണ്ഠരോഗത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം വചനാമൃതത്തിൽ അവിടെയാണ്. ജൂൺ 13 ശനിയാഴ്ചയാണ് അത് വരുന്നത്. അവിടെ ശ്രീരാമകൃഷ്ണദേവന് നല്ല സുഖമില്ല, തൊണ്ടയിൽ കുരു, ഇപ്പം ജലദോഷത്തിൻ്റെ ഭാവമുണ്ട്, കണ്ഠരോഗത്തിൻ്റെ ആരംഭമാണ്. ഇത് മാസ്റ്റർ മഹാശയൻ ആ ഭാഗം വിവരിച്ചതാണ്. വലിയൊരു ചൂടുകാലമായിരുന്നു. മാസ്റ്റർക്കും സുഖമുണ്ടായിരുന്നില്ല, മഹേന്ദ്രനാഥ ഗുപ്തയ്ക്കും തീരെ സുഖമുണ്ടായിരുന്നില്ലാത്തൊരവസ്ഥ. കാര്യം അത്രയ്ക്ക് വലിയ ചൂടുകാലമായിരുന്നു. അതുകൊണ്ട് ഗുരുദേവനെ കാണാൻ കൂടെ ദക്ഷിണേശ്വരത്തേക്ക് ആ സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയൻ വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് നാൾ വരാതിരുന്നിട്ട് മാസ്റ്റർ മഹാശയൻ വന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ വന്നപ്പോൾ തന്നെ നീ വന്നോ, നീ അയച്ച കൂവളക്കായ് നന്നായിരുന്നു, നിനക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ എന്തോ കൂവളക്കായൊക്കെ കൊടുത്തയക്കുകയുണ്ടായി. പിന്നെ കാര്യങ്ങളൊക്കെ അപ്പോൾ വിശേഷം നിനക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ മാസ്റ്റർ മഹാശയനും ഈ സന്ദർഭത്തിൽ അസുഖമായിട്ട് കുറച്ച് നാൾ കിടന്ന രോഗം ബാധിച്ച് കിടന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് ഇവിടെയും മാസ്റ്റർ മഹാശയനും എത്താൻ കാരണം. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത് നിനക്ക് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു എനിക്ക് മുമ്പത്തേക്കാളും ഭേദമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മാസ്റ്റർ മഹാശയന് പനി ബാധിച്ച് കുറച്ചു കാലം വരാതിരുന്നുള്ളത് മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭമാണിത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു വലിയ ചൂടാണിപ്പോൾ, ഒരു രക്ഷയില്ല, അല്പാൽപ്പം ഐസ് കഴിക്കുക എനിക്കും. അപ്പോൾ ഐസ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ചൂട് വല്ലാത്ത വിഷമമായിരിക്കുകയാണ്. ചൂട് കാരണം ഐസും പിന്നെ ഐസ്ക്രീമും, ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭോജ്യ വസ്തുവാണ് ഐസും ഐസ്ക്രീമും ഒക്കെ. അപ്പോൾ ഐസ്ക്രീമും കുറേയേറെ കഴിച്ചു. അതുകൊണ്ട് കഴുത്തിൽ ആ തൊണ്ടയിൽ ഒരു കുരു വന്നു. അപ്പോൾ ഈ ഐസ് കഴിച്ചതുകൊണ്ട്, ഈ ചൂട് കാലമായതുകൊണ്ട് ഒരുപാട് ഐസ് കഴിച്ചതുകൊണ്ടാണ് ഈ കുരു വന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പോൾ ഉമിനീരിന് വല്ലാത്ത നാറ്റം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ആ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഭാഗം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ഡോക്ടർ വരുന്ന ആ ഭാഗം പറയുന്നത് അതുകൂടെ നോക്കാം. ആ ഡോക്ടർ വരുന്നൊരു ഭാഗമുണ്ട്. അതുകൂടെ ആകുമ്പോൾ ഈ ഭാഗം തീരും. നമ്മുടെ ഈ ഭഗവാന്റെ ഭാവാവസ്ഥയുടെ മുഴുവൻ ഭാഗവും തീരും. 1885 വേനൽ ചൂട്, ഇത് ലീലാമൃതത്തിൽ വരുന്ന ഭാഗമാണ്. 1885 വേനൽ ചൂട് അസഹ്യമായിരുന്നു. അതുകൊണ്ട് ഗുരുദേവൻ കഷ്ടപ്പെടുന്നത് കണ്ട് ഭക്തന്മാർ അദ്ദേഹത്തോട് ഐസ് ഉപയോഗിക്കാൻ അപേക്ഷിക്കുകയായിരുന്നു. ഐസ് തിന്നുവാൻ തുടങ്ങിയതോടുകൂടി ഗുരുദേവന് നല്ല സുഖം തോന്നിയതുകൊണ്ട് ഭക്തന്മാരിൽ പലരും അവർ ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഐസും കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആലോചിച്ചു അവിടുത്തെ അവസ്ഥ, ഐസും കൊണ്ടാണ്. പിന്നെ സർവത്ത് പാനീയങ്ങൾ ഐസിട്ട് കൂടെ കഴിച്ചൊരു കുട്ടിയെപ്പോലെ ഭഗവാൻ അങ്ങനെ ആനന്ദിക്കുന്നത് ഇവർക്ക് കാണാൻ പറ്റി. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടും ആ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല ജൂൺ പകുതി ആയപ്പോഴേക്കും അതിൻ്റെ മട്ടൊക്കെ ഒന്ന് മാറി. അധികമായി സംസാരിക്കുകയോ സമാധി ഉണ്ടാകുകയോ ചെയ്താൽ വേദന വർദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ തൊണ്ട ലേശം വീർത്തിരിക്കുന്നു, ഒരു സാധാരണ മരുന്ന് തൊണ്ടയിൽ പുരട്ടാനൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് ഒരു കാരണവശാലും കൂടെ ഇനിയുള്ള ഈ സമാധിസ്ഥനാകുന്ന അവസ്ഥ വരാതെ നോക്കണം എന്ന് ഡോക്ടർ എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ്
ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പിന്നീട് ഭഗവാന്റെ ആ അവസാന നാളുകളിലേക്കാണ് പിന്നെ പോകുന്നത്. ഭാവാവസ്ഥയുടെ ഒരു സുദീർഘമായ ഘടന, പല പല ഘടനയിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മളിത് പറയാൻ കാരണം വചനാമൃതത്തിൻ്റെ 1-ാം ഭാഗത്തുള്ള നമ്മൾ ഈ വായിച്ചു വന്നിടത്ത് ഭാവാവസ്ഥയിൽ ഞാൻ എന്തെന്ത് അവസരങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭാഷണത്തെ തുടർന്നാണ് നമ്മൾ ഈ ഭാവാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കി വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാഗം അവസാനിക്കുന്നത്. ഇനി അടുത്ത് ഭഗവാന്റെ ആ വചനാമൃതത്തിൻ്റെ അടുത്ത ഭാഗം നമുക്കിനി അടുത്ത ദിവസം നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ ഓ അത് ശരി. അതെ അത് നമ്മൾ ഓരോ ഭാഗം വായിക്കുമ്പോഴും നമ്മളങ്ങ് അതിൽ ജീവിക്കുന്ന പോലെ ഒരു സാഹചര്യം കൂടെ വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കിന്നെ ഭയത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ലെന്നുള്ളതാണ്. അതാ ഏറ്റവും വലിയൊരു ഈ കാര്യം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഒരു ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈ രോഗപീഠകൾ, മറ്റ് ആശങ്കകൾ, ആങ്സൈറ്റി ഡിസോർഡർ, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും നമ്മളെ ബാധിക്കുന്നത്. അത് പുതിയ കാലത്തിൻ്റെ രോഗങ്ങളാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം വചനാമൃതം വായന തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ആങ്സൈറ്റി ഡിസോർഡർ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അതൊരു മരുന്നായി പറയുകയും ചെയ്തു. വചനാമൃത വായന ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്ന് മാറാൻ ഏറ്റവും നല്ലതാണ്. കാരണം വളരെ സിമ്പിളായതുകൊണ്ടാണ്. നമ്മൾ മറ്റ് പല ഗ്രന്ഥങ്ങളും വരെ നമുക്ക് അത്രയും സിമ്പിളല്ല. നമ്മൾ ഈ ആങ്സൈറ്റി ഡിസോർഡർ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സും ശ്രദ്ധയും ഒന്നിച്ച് നിൽക്കില്ല. അപ്പോൾ ഏറ്റവും ലളിതമായ എന്തെങ്കിലും വായിക്കാൻ കിട്ടുകയോ കാണാൻ കിട്ടുകയോ ചെയ്യുമ്പോഴേ അയാൾക്കത് സ്വീകരിക്കാൻ പറ്റും. ഈ വചനാമൃതത്തിൽ കൂടുതൽ ലളിതമായ ഒരു രചന ലോകത്തൊരിടത്തും ഇല്ല. ബാലപ്രസിദ്ധീകരണം പോലെ ആയത് ഏറ്റവും ലളിതമായി എന്നാൽ ഏറ്റവും കഠിനമായ വിഷയം ഭഗവാൻ ഏറ്റവും ഏറ്റവും ലളിതമായി. അതെ പറഞ്ഞത് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഒക്കെ ഈ ഒരു ഏജ്ഡ് ലെവലിലേക്ക് എത്തുമ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞത് വളരെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് വചനാമൃതം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമസ്കാരം. നാമം ജപിക്കാം.